ലെ സഞ്ജുവിന്റെ പ്രകടനങ്ങൾ കാണുമ്പോൾ ഏഷ്യ കപ്പ് ടൂർണമെന്റിൽ താരത്തെ തള്ളണോ കൊള്ളണോ എന്ന കൺഫ്യൂഷനിലാണ് സെലക്ടർമാർ. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടിയാണ് സഞ്ജു സാംസൺ കളിക്കുന്നത്. കൊച്ചിക്കായി ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ ആദ്യ കളിയിൽ മലയാളികളെ അമ്പേ നിരാശപ്പെടുത്തിയ സഞ്ജു പക്ഷേ രണ്ടാം മത്സരത്തിൽ വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ഇതോടെ ഏഷ്യ കപ്പ് പ്ലേയിങ് 11-ൽ സഞ്ജുവിന്റെ സ്ഥാനം എവിടെ വേണമെന്ന സംശയത്തിലാണ്. ഞായറാഴ്ച തിരുവനന്തപുരം ഗ്രീൻഫീൽഡിൽ നടന്ന ഏരീസ് കൊല്ലം സെയിലേഴ്സിനെതിരായ മത്സരത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ജയിച്ചത് 4 വിക്കറ്റിനാണ്. ആദ്യം ബാറ്റ് ചെയ്ത കൊല്ലം നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 236 റൺസ് നേടിയപ്പോൾ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് 4 വിക്കറ്റ് ശേഷിക്കെ ഇന്നിംഗ്സിന്റെ അവസാന പന്തിൽ ലക്ഷ്യം കണ്ടു. 51 പന്തുകളിലായി 14 ഫോറും 7 സിക്സും സഹിതം 121 റൺസ് നേടി സഞ്ജുവാണ് ബ്ലൂ ടൈഗേഴ്സിന്റെ വിജയശില്പിയും കളിയിലെ താരവും. 237.25 പ്രഹരശേഷിയിലാണ് സഞ്ജുവിന്റെ വെടിക്കെട്ട് ഇന്നിംഗ്സ്. അതേസമയം ഈ ഇന്നിംഗ്സിന്റെ കരുത്തിൽ മാത്രം സഞ്ജുവിനെ ഏഷ്യ കപ്പ് പ്ലേയിങ് 11-ൽ സ്ഥാനമുറപ്പിക്കാൻ സാധിക്കില്ല. കാരണം രാജ്യാന്തര ക്രിക്കറ്റിലെ പ്ലേയിങ് 11 സെലക്ഷനിൽ കേരളത്തിൽ മാത്രമായി നടക്കുന്ന ഒരു ലീഗ് അത്രത്തോളം സ്വാധീനം ചെലുത്തില്ല. അപ്പോഴും ഓപ്പണറായി ഇറങ്ങി 200-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റോടെ നേടിയ സഞ്ജുവിന്റെ സെഞ്ചുറിയെ പൂർണ്ണമായി തള്ളാനും സെലക്ടർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതോടൊപ്പം സഞ്ജുവിന്റെ സ്ഥിരതയില്ലായ്മയും ഏഷ്യ കപ്പിൽ ചർച്ചയായേക്കും. കാരണം KCLൽ സഞ്ജു ആദ്യം ബാറ്റ് ചെയ്ത കളിയിൽ 22 പന്തിൽ 13 റൺസ് മാത്രമാണ് സഞ്ജുവിന് നേടാൻ സാധിച്ചത്. ആറാമനായാണ് ഈ കളിയിൽ സഞ്ജു ബാറ്റ് ചെയ്യാനെത്തിയത്. അതായത് ഓപ്പണിങ്ങിലല്ലാതെ മറ്റൊരു പൊസിഷനിലും സഞ്ജുവിന് തിളങ്ങാൻ സാധിക്കുന്നില്ലെന്ന് അടിവരയിടുന്ന ഒരു ഇന്നിംഗ്സ് ആയിരുന്നു അത്. ഏഷ്യ കപ്പ് ടീമിൽ ഉപനായകനായി ശുഭ്മാൻ ഗിൽ ഇടം പിടിച്ചതാണ് സഞ്ജുവിന്റെ സാധ്യതകൾ അടച്ചത്. അഭിഷേക് ശർമ്മ പ്രധാന ഓപ്പണറായി പ്ലേയിങ് 11-ൽ സ്ഥാനം പിടിക്കുമ്പോൾ സഹ ഓപ്പണറായി ഗില്ലോ സഞ്ജുവോ എന്ന ചോദ്യമാണ് ഇന്ത്യക്ക് മുന്നിൽ അവശേഷിക്കുന്നത്. ഉപനായകനെ ഒഴിവാക്കി സഞ്ജുവിനെ പ്ലേയിങ് 11-ൽ ഓപ്പണർ വേഷം ലഭിക്കണമെങ്കിൽ KCLലെ സെഞ്ചുറി കൊണ്ട് മാത്രം സാധ്യമല്ല. മാത്രമല്ല KCLൽ 6-ാം നമ്പറിൽ ഇറങ്ങി നിരാശപ്പെടുത്തിയതിനാൽ ഓപ്പണിംഗ് അല്ലാതെ മറ്റൊരു സ്ലോട്ടിലേക്കും സഞ്ജുവിനെ പരിഗണിക്കാൻ ഇന്ത്യ തയ്യാറാവുകയുമില്ല. ചുരുക്കി പറഞ്ഞാൽ തള്ളാനും കൊള്ളാനും കഴിയാത്ത അവസ്ഥയിലാണ് ഏഷ്യ കപ്പിലെ സഞ്ജുവിന്റെ സാധ്യതകൾ.